ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA കേട്ടറ്റ് സോഷ്യൽ സയൻസിലെ പബ്ലിക് റവന്യൂ അഥവാ പൊതുവരുമാനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യമായി എന്താണ് പൊതുവരുമാനം എന്ന് മനസ്സിലാക്കാം. അതായത് പൊതുവരുമാനം എന്ന് പറഞ്ഞാൽ സർക്കാരിന് ലഭിക്കുന്ന വരുമാനമാണ്. ഗവൺമെൻറ്റിൻ്റെ മൊത്തം വരുമാനത്തെയാണ് പൊതുവരുമാനം അഥവാ പബ്ലിക് റവന്യൂ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് എല്ലാ സ്രോതസ്സുകളിൽ നിന്നും സർക്കാരിന് കിട്ടുന്ന വരുമാനം. അപ്പോൾ ഇവിടെ പൊതുവെ സ്രോതസ്സുകളെ, സർക്കാരിന് വരുമാനം കിട്ടുന്ന സ്രോതസ്സുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് നികുതി വരുമാനമെന്നും രണ്ടാമത്തേത് നികുതിയേതര വരുമാനമെന്നും. ഒന്ന് നികുതി വരുമാനം, രണ്ടാമത്തേത് നികുതിയേതര വരുമാനം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊക്കെ നികുതി കൊടുക്കുന്ന ആൾക്കാരാണ്. അതൊക്കെ എന്താണ്? സർക്കാരിന് ലഭിക്കുന്ന നികുതി വരുമാനങ്ങളാണ്. അതായത് ഈ നികുതി വരുമാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റു വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ സർക്കാരിന് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒന്നാണ് നികുതി എന്ന് പറയുന്നത്. നികുതി വരുമാനത്തിനകത്ത് അതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഏതൊക്കെയാണ് നികുതി വരുമാനങ്ങൾ എന്ന് പരിശോധിക്കാം. നികുതിയെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: പ്രത്യക്ഷ നികുതി അതുപോലെ പരോക്ഷ നികുതി. പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, അതാണ് രണ്ട് തരത്തിലുള്ള നികുതികളാണുള്ളത്. അതിൽ ആദ്യം പ്രത്യക്ഷ നികുതി അഥവാ ഡയറക്റ്റ് ടാക്സ് എന്താണ് എന്നുള്ളത് ആദ്യം നോക്കാം. അതായത് നമ്മൾ ആരിലാണോ നികുതി ചുമത്തുന്നത് അയാൾ എന്താണ്? ആ നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്, അല്ലേ? അതായത് ഇപ്പോൾ ഒരു ഭൂനികുതിയുടെ കാര്യമാണെങ്കിൽ അത് ആരിലാണോ ചുമത്തുന്നത് അയാൾ ആ നികുതി അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ നികുതി ചുമത്തപ്പെടുന്നതും അതുപോലെ തന്നെ നികുതി മൂലമുണ്ടാകുന്ന സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ആരാണ്? ഒരാൾ തന്നെയാണ്. ഒരാളിൽ തന്നെയാണ് നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരവും അതുപോലെ തന്നെ നികുതി ചുമത്തപ്പെടുന്നതും. അത്തരത്തിൽ കൊടുക്കുന്ന നികുതിയാണ് നമ്മൾ പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ നികുതി ഭാരം എന്ന് പറയുന്നത് നികുതിദായകൻ തന്നെയാണ് വഹിക്കുന്നത്. പ്രത്യക്ഷ നികുതിക്കകത്ത് നികുതി ഭാരം ആരാണ് വഹിക്കുന്നത്? നികുതിദായകൻ തന്നെയാണ്. അതായത് നികുതി കൊടുക്കുന്ന വ്യക്തി തന്നെയാണത് വഹിക്കുന്നത്. അപ്പോൾ സർക്കാരിന് നേരിട്ട് കൊടുക്കുന്ന നികുതിയെയാണ് നമ്മൾ പ്രത്യക്ഷ നികുതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള പ്രത്യക്ഷ നികുതികളാണുള്ളത്. ഒന്ന് പേഴ്സണൽ ഇൻകം ടാക്സ് അഥവാ വ്യക്തിഗത ആദായ വരുമാനം എന്ന് പറയും. എന്താണ് പേഴ്സണൽ ഇൻകം ടാക്സ്? അതിൻ്റെ മലയാളം ടേം എന്ന് പറയുന്നത് വ്യക്തിഗത ആദായ നികുതി എന്നുള്ളതാണ്. അതായത് നമ്മുടെ വരുമാനത്തിൻ്റെ മേലെ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി എന്ന് പറയുന്നത്. അത് ഒരാളുടെ വരുമാനം നോക്കിയാണ് നികുതി ചുമത്തുന്നത്. അപ്പോൾ വ്യക്തിയിൽ നേരിട്ടാണ്, നികുതിദായകനിൽ നേരിട്ടാണ് നികുതി അവിടെ ചുമത്തപ്പെടുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ വരുമാനം കൂടി എന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന ടാക്സിൻ്റെ അളവിലും വർധനവുണ്ടാകും. അപ്പോൾ നമ്മളുടെ വരുമാനത്തിനനുസരിച്ചാണ്, നമ്മൾ എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് നമ്മൾ സർക്കാരിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഒരു നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുന്ന തുകയ്ക്കാണ് നികുതി എന്ത് ചെയ്യുന്നത്? ബാധകമാകുന്നത്. ഒരു നിശ്ചിത വരുമാന പരിധിക്ക് മുകളിലായിരിക്കണം ആ നികുതി. അതായത് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ പരിധിക്ക് മുകളിൽ വരുന്നത് ഇപ്പോൾ 5 lakhs ഒരു വർഷത്തിൽ ഇത്ര വരുമാനത്തിൻ്റെ പരിധിയിൽ വരുന്നത് എന്ന് പറയുമ്പോൾ ആ പരിധി കടന്നു കഴിഞ്ഞാലാണ് നികുതി എന്ത് ചെയ്യുന്നത്? ചുമത്തപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യയിൽ ആദായ നികുതി നിയമം നിലവിൽ വന്നത് 1961കളിലാണ്. 1961കളിലാണ് ഇന്ത്യയിൽ ആദായ നികുതി നിയമം നിലവിൽ വന്നിട്ടുള്ളത്. അത് പ്രകാരമാണ് കേന്ദ്ര സർക്കാർ ഈ പേഴ്സണൽ ഇൻകം ടാക്സ് പിരിക്കുന്നത്. കേന്ദ്ര സർക്കാരാണ് പിരിക്കുന്നത്. ഇന്ത്യയിൽ ആദായ നികുതി നിയമം എന്ന് പറയുന്നത് 1961ലാണ് വന്നിട്ടുള്ളത്. അത് പ്രകാരം കേന്ദ്ര സർക്കാരാണ് വ്യക്തിഗത ആദായ നികുതി പിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ നികുതിദായകൻ നേരിട്ട് കൊടുക്കുന്ന നികുതി, അതാണ് പ്രത്യക്ഷ നികുതി. അതിന് എക്സാമ്പിളാണ് പേഴ്സണൽ ഇൻകം ടാക്സ്. പിന്നെ മറ്റൊരു എക്സാമ്പിളാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ സാധാരണ കമ്പനികളുടെ ലാഭം അതിൻ്റെ മുകളിൽ ചുമത്തുന്ന നികുതിയെയാണ് അറ്റ വരുമാനം അഥവാ ലാഭം. അതിൻ്റെ മേലെ
ചുമത്തുന്ന നികുതിയെയാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രത്യക്ഷ നികുതിയാണുള്ളത്. ഒന്ന് പേഴ്സണൽ ഇൻകം ടാക്സ് അഥവാ വ്യക്തിഗത ആദായ നികുതി എന്ന് പറയും. രണ്ടാമത്തത് കോർപ്പറേറ്റ് ടാക്സ് അഥവാ കോർപ്പറേറ്റ് നികുതി എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ടാണ്, അതായത് ഒരു നിശ്ചിത പരിധിക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് നികുതി ചുമത്തുന്നത്. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ലാഭത്തിൻ്റെ കണക്കനുസരിച്ചിട്ടാണ്, അറ്റവരുമാനത്തിൻ്റെ, ഒരു കമ്പനിയുടെ അറ്റവരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോർപ്പറേറ്റ് ടാക്സ് ചുമത്തുന്നത്. ഇനി മറ്റൊന്നാണ് പരോക്ഷ നികുതി. നികുതിയിൽ തന്നെ രണ്ടാമത്തെ വിഭാഗമാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം വേറൊരാളിലേക്കാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം എന്ത് ചെയ്യുന്നു? മറ്റൊരാളിലേക്കാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതായത് നമ്മളൊരു വിൽപ്പന നികുതി തന്നെ നമുക്ക് എടുക്കാം. അവിടെ ആദ്യം ഭാരം വരുന്നത്, അതായത് വിൽപ്പന നികുതി ആദ്യം ചുമത്തപ്പെടുന്നത് ഒരു വ്യാപാരിയുടെ മേലിലാണ്, അല്ലേ? അതിനുശേഷം എന്ത് ചെയ്യുന്നു? ആ ഉൽപ്പന്നം സെല്ല് ചെയ്യുന്ന സമയത്ത് ഉപഭോക്താക്കൾ, അതായത് നമ്മളാണ് എന്ത് ചെയ്യുന്നത്? ആ വിലയോടൊപ്പം നികുതിയും കൊടുക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ കൊടുക്കുന്ന നികുതിയാണത്. അതായത് ആ വിലയ്ക്ക് അകത്ത് തന്നെ നികുതി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അറിയാതെ, നമ്മൾ പരോക്ഷമായിട്ട് കൊടുക്കുന്ന നികുതിയായിരിക്കും ഈ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനലി അതിൻ്റെ നികുതി ഭാരം എന്ന് പറയുന്നത് ഉപഭോക്താവിലേക്കായിരിക്കും വന്നു ചേരുന്നത്. അപ്പോൾ പരോക്ഷ നികുതി എന്ന് പറയുന്നത് ഒരാളിൽ ചുമത്തപ്പെടുന്നു, മറ്റൊരാളാണത് എന്ത് ചെയ്യുന്നത്? കൊടുക്കേണ്ടി വരുന്നത്. അതേസമയം പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് നികുതിദായകരും അതുപോലെ തന്നെ നികുതി ഭാരവും ഒരാളിൽ തന്നെയാണ്. പക്ഷെ ഇവിടെ രണ്ടും രണ്ട് ഭാഗത്താണ് എന്നുള്ളതാണ്. അതായത് പരോക്ഷ നികുതിക്കകത്ത് ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. വ്യാപാരിയുടെ മേലിൽ ചുമത്തുന്ന നികുതി എന്ത് ചെയ്യുന്നു? അവസാനം ഉൽപ്പന്നം വാങ്ങുന്നതിലൂടെ ഉപഭോക്താവിലേക്ക് എത്തിച്ചേരുന്നു. ഉപഭോക്താവാണ് വിലയിലൂടെ, അതായത് നമ്മൾ അറിയാതെ അതിൻ്റെ നികുതി കൊടുക്കുന്നത്. അതാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പരോക്ഷ നികുതിക്ക് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഏത്? ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ GST എന്നാണ് പറയുന്നത്. GST ആണ് എന്ത്? ഈ പരോക്ഷ നികുതിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് 2017 2017 എക്സാക്ട് ഡേറ്റ് പറഞ്ഞാൽ 2017 ജൂലൈ 1 ഈ GST അഥവാ ചരക്ക് സേവന നികുതി രാജ്യത്ത് നടപ്പിലാക്കുന്നത്. അതായത് അതുവരെ ഒരുപാട് നികുതികളാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. ആ നികുതികളെയൊക്കെ തന്നെ ഒന്ന് ലയിപ്പിച്ചുകൊണ്ട് 2017 ജൂലൈ 1 തൊട്ടിട്ടാണ് ഇന്ത്യയിൽ ഒരു ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായം നടപ്പിലാക്കുന്നത്. അതാണ് ഈ പറഞ്ഞ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ ചരക്കു സേവന നികുതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിനും തുല്യമായിട്ടുള്ള പങ്കുണ്ട് അവിടെ. കാരണം എല്ലാ പരോക്ഷ നികുതികളെയും ലയിപ്പിച്ചുകൊണ്ട് 2017 ജൂലൈ 1 ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. ഒരു ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണിത്. നോട്ട് ചെയ്ത് വെക്കുക, ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്കു സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ GSTക്ക് അകത്ത് വരുന്ന അല്ലെങ്കിൽ അതിനകത്ത് ലയിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നികുതികളാണ് ഇനി പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ്? കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, അതുപോലെ ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. ഇങ്ങനെ ഈ പറയുന്ന നികുതികളെല്ലാം തന്നെ ലയിപ്പിച്ചുകൊണ്ടാണ് 2017 ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ത് ചെയ്തത്? നടപ്പിലാക്കിയത്. അത് ഈ പറഞ്ഞ ചരക്ക് സേവന നികുതികൾ തന്നെ പലതരത്തിലാണുള്ളത്. അതായത് CGST, അതുപോലെ തന്നെ SGST, CGST, അതുപോലെ തന്നെ SGST. എന്താ ഈ CGST എന്ന് പറഞ്ഞാലും? സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന, സ്റ്റേറ്റ് സെൻട്രലും ഇതും രണ്ടാണ്. രണ്ടുപേരും ചുമത്തുന്ന നികുതി രണ്ട് രീതിയിലാണ്. നമ്മൾ GST തന്നെ രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് CGSTയും പിന്നെ SGSTയും. അതിൽ CGST എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് ചുമത്തുന്നത്. അതേസമയം SGST എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റാണ് ചുമത്തുന്നത്. സെൻട്രൽ GSTയും സ്റ്റേറ്റ് GSTയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ നികുതികളൊക്കെ ഉപഭോക്താക്കളിൽ നിന്നും ഒരുമിച്ച് പിരിച്ചെടുത്തുകൊണ്ട് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായിട്ടാണ് വീതിച്ചെടുക്കുന്നത്, ഈ പറഞ്ഞ SGSTയും CGSTയും.
അതേപോലെ തന്നെ നമ്മളിപ്പോൾ വേറൊരു സംസ്ഥാനവുമായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ്, അതായത് ഗുഡ്സും സർവീസസും ഒക്കെ എക്സ്ചേഞ്ച് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നികുതി ചുമത്തേണ്ടതായിട്ട് വരും. ആ ഒരു സമയത്ത്, അതായത് മറ്റു സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ചിനകത്ത് നമ്മൾ ചുമത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ് അവിടെ നികുതി ചുമത്തുന്നത്. ആ ചുമത്തുന്ന നികുതി എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് GST എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, IGST എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള GST ആണ്. ഒന്ന് CGST, പിന്നെ SGST, പിന്നെ IGST, ഇങ്ങനെ 3 എണ്ണമാണുള്ളത്. CGST എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ആണ് ചുമത്തുന്നത്. ഇത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പക്ഷേ ഇത് രണ്ടും പിരിച്ചെടുക്കുന്നുണ്ടെങ്കിലും 2 പേരാണ് ചുമത്തുന്നതെങ്കിലും ഇവർ തുല്യമായിട്ടാണ് കേന്ദ്രവും സംസ്ഥാനവും എന്ത് ചെയ്യുന്നത്, ഈ നികുതി ഉപഭോക്താക്കളിൽ നിന്നും പിരിച്ചെടുത്ത് വീതിച്ചെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ IGST എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ ഗുഡ്സും സർവീസും എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ചുമത്തുന്ന GST, അതാണ് IGST എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് GST എന്നാണ് അതിനെ പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് GST എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഈ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കും. അങ്ങനെ പ്രധാനമായിട്ടും 3 രീതിയിലാണ് GST ഉള്ളത്. അതേപോലെ തന്നെ ഈ GST ഒരു സ്ലാബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും 4 സ്ലാബുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? 5%, അതുപോലെ തന്നെ 12%, അതുപോലെ 18%, 28%, ഇങ്ങനെ 4 സ്ലാബുകളായിട്ടാണ് നികുതി നിരക്കുകൾ വരുന്നത്. GSTക്ക് അകത്താണ് ഈ പറയുന്നത്. ഒന്ന് 5%, 12%, 18%, 28%, ഇങ്ങനെയാണ് ഈ GST നിരക്കുകളും നിശ്ചയിച്ചിട്ടുള്ളത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് GSTക്ക് അകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ GST സമിതിയുണ്ട്, GST കൗൺസിലുണ്ട്. അതായത് അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. ഈ GST കൗൺസിലാണ് ഈ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയുണ്ട് അതിനകത്ത്. അതുപോലെ സംസ്ഥാനങ്ങളിലുള്ള ധനകാര്യ മന്ത്രിമാരും അതിനകത്ത് വരുന്നുണ്ട്. ഈ GST കൗൺസിലാണ് ഈ നികുതികൾ, ഏതൊക്കെ നികുതികളാണ് ലയിപ്പിക്കേണ്ടത്, ഏതൊക്കെ സെസ്സുകൾ, സർചാർജുകൾ, ഇതൊക്കെ ഏതൊക്കെയാണ് GSTയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ ശുപാർശ ചെയ്യുന്നത് ഈ പറയുന്ന ഈ GST സമിതി അഥവാ GST കൗൺസിലായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ GST പരിധിയിൽ വരുത്തേണ്ടതും അതുപോലെ തന്നെ ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള ചരക്കുകളും സേവനങ്ങളും ഏതൊക്കെയാണ് എന്നൊക്കെ നിശ്ചയിക്കുന്നത് GST കൗൺസിലായിരിക്കും. അപ്പോൾ നിലവിൽ ഈ GST കൗൺസിൽ ഈ GST നിശ്ചയിച്ചിട്ടുള്ള, അതായത് GST നിശ്ചയിച്ചിട്ടുള്ള വസ്തുക്കളുമുണ്ട്, അതുപോലെ തന്നെ അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കുറച്ച് വസ്തുക്കളുമുണ്ട്. അത് ഏതൊക്കെയാണ്? ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ, അതായത് നിലവിൽ GSTയുടെ പരിധിയിൽ പെടാത്തതെന്ന് പറയുമ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത പെട്രോളിയം, അതേപോലെ തന്നെ വൈദ്യുതി, മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം, ഇങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട അതൊക്കെയാണ് GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇതിൽ നമ്മൾ GST ഒഴിവാക്കിയെന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ കാര്യത്തിലൊക്കെ നിലവിലുള്ള നികുതി സംവിധാനം തന്നെയാണ് തുടരുന്നത്. പിന്നെ സർചാർജും സെസ്സുമുണ്ട്. 2 മറ്റു പ്രധാനപ്പെട്ട നികുതികളാണ് സർചാർജും സെസ്സും. സർചാർജ് അതുപോലെ തന്നെ സെസ്. അപ്പം അതിനകത്ത് സർചാർജ് എന്ന് പറഞ്ഞാൽ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി, അതിനെയാണ് സർചാർജ് എന്ന് പറയുന്നത്. അത് ഒരു നിശ്ചിത കാലഘട്ടത്തേക്കാണ് നമ്മൾ ആ സർചാർജ് ഗവൺമെൻറ് ചുമത്തുന്നത്. അതായത് നികുതിയുടെ മേൽ വീണ്ടും ചുമത്തുന്ന അധിക നികുതി, അതാണ് സർചാർജ് എന്ന് പറയുന്നത്. പക്ഷെ സെസ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ എന്ത് ചെയ്യും? അധിക നികുതി ചുമത്തും. അത് പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതിനെയാണ് നമ്മൾ സെസ് എന്ന് പറയുന്നത്. എന്നിട്ട് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം ആ സെസ് നിർത്തലാക്കുകയും ചെയ്യും. അതാണ് സെസ്സും സർചാർജും തമ്മിലുള്ള വ്യത്യാസം. അതായത് നികുതിയുടെ മേലെ ചുമത്തുന്ന അധിക നികുതി ഒരു നിശ്ചിത കാലഘട്ടത്തേക്ക് ചുമത്തുന്നതാണ് സർചാർജ് എന്ന് പറയുന്നത്. അതായത് ഈ നമ്മളുടെ സാധാരണ വരുമാനം എടുക്കുന്ന സമയത്ത് ഈ സാധാരണമായിട്ട് നമ്മളുടെ വരുമാനത്തിന് കൊടുക്കുന്ന നികുതിയുടെ ഒരു നിശ്ചിത ശതമാനമായിട്ടാണ് സർചാർജ് ചുമത്തുന്നത്. പക്ഷേ സർക്കാർ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആ ഒരു ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെസ് അവിടെ നിർത്തലാക്കുകയും ചെയ്യും.
ഓക്കെ, അപ്പോൾ അതാണ് സർചാർജും സെസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നികുതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സർക്കാരും ചുമത്തുന്ന നികുതികളുടെ എന്താ പറയുക ഡിവിഷൻസ് പഠിച്ചു വെക്കുക. അതായത് ഏതൊക്കെ ഓരോരുത്തരും ഓരോ വിഭാഗവും ഏതൊക്കെ നികുതികളാണ് ചുമത്തുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് ടാക്സും വ്യക്തിഗത ആദായ നികുതിയും, അതായത് ഡയറക്റ്റ് ടാക്സുകളാണ് ഇത് രണ്ടും. അത് രണ്ടും ചുമത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. കോർപ്പറേറ്റ് നികുതിയും പേഴ്സണൽ ഇൻകം ടാക്സും ചുമത്തുന്നത് കേന്ദ്ര സർക്കാരാണ്. അതുപോലെ തന്നെ CGST സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് GST, അതായത് സംയോജിത GST എന്നാണ് അതിൻ്റെ മലയാളത്തിലുള്ള ടേം. അതായത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് എന്തെങ്കിലും കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ചുമത്തുന്നതാണ് സംയോജിത GST എന്ന് പറയുന്നത്. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST. ഇതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നതാണ് വസ്തുനികുതി, തൊഴിൽ നികുതി തുടങ്ങിയവയൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നികുതി വരുമാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നികുതിയേതര വരുമാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, രണ്ട് വിധത്തിലാണ് സർക്കാരിന് വരുമാനം ലഭിക്കുന്നത്. ഒന്ന് നികുതിയിൽ നിന്നും, പിന്നെ നികുതി കൂടാതെയുള്ള വരുമാനങ്ങൾ. ഇങ്ങനെ രണ്ട് രീതിയിലാണ് വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് ഒന്ന് ഫീസ് എന്ന് പറയുന്നത്. അതായത് സർക്കാർ സേവനങ്ങൾക്ക് ഈടാക്കുന്ന ഫീസ്, അതാണ് ഫീസിനകത്ത് വരുന്നത്. ഇപ്പോൾ നമ്മൾ ലൈസൻസ് ഫീസ് കൊടുക്കുന്നുണ്ട്, രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കുന്നുണ്ട്, ട്യൂഷൻ ഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഫീസിനകത്ത് വരുന്നത്. അതുപോലെ ഫൈനുകളും പെനാൽറ്റികളും, അതായത് ഏതെങ്കിലും വിധത്തിൽ നിയമം ലംഘിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ ഫൈനുകൾ കൊടുക്കുന്നതും അതൊക്കെ സർക്കാരിലേക്ക് പോകുന്ന നികുതിയേതര വരുമാനങ്ങളാണ്. പെനാൽറ്റികളും ഫൈനുകളൊക്കെ. അതുപോലെ ഗ്രാൻറ്റുകൾ, അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായം, അതിനെയാണ് ഗ്രാൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കേന്ദ്ര സർക്കാരാണ് സർക്കാരുകൾക്ക് ഈ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊക്കെ ഗ്രാൻറ്റുകൾ കൊടുക്കുന്നുണ്ട് ചില പ്രത്യേക സാഹചര്യത്തിലും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് അത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റോ ആവശ്യം വരുന്ന സമയത്ത് ഗ്രാൻറ്റുകളൊക്കെ കൊടുക്കുന്നത് ഈ സാമ്പത്തിക സഹായത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതാണ് മറ്റൊന്ന്. പിന്നെ പലിശ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട നികുതിയേതര വരുമാനമാണ്. ഇവിടെ സർക്കാർ തന്നെ വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും നൽകുന്ന വായ്പകൾക്ക് ഈടാക്കുന്ന പലിശയാണ് പലിശ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം. പിന്നെ ലാഭം, അതായത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ കമ്പനികളെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ സംരംഭങ്ങൾ അതിൽ നിന്നും കിട്ടുന്ന ലാഭം, അതിനെയാണ് നമ്മൾ നികുതിയേതര വരുമാനത്തിൻ്റെ അവസാനത്തെ വിഭാഗം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഒരറ്റ വരുമാനം എന്ന് പറയുന്നത് റെയിൽവേയിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് നികുതിയേതര വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് വിധത്തിലുള്ള വരുമാനത്തെക്കുറിച്ചാണ് പഠിച്ചത്, നികുതി വരുമാനത്തെക്കുറിച്ചും നികുതിയേതര വരുമാനത്തെക്കുറിച്ചും. ഇതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, പ്രത്യേകിച്ച് GST ഭാഗത്തിൽ നിന്നൊക്കെ. സ്ലാബുകൾ എത്ര വിധമുണ്ട്, അതുപോലെ തന്നെ 2017 അത് നടപ്പിലാക്കുന്നത്, ഏത് വർഷമാണ് നടപ്പിലാക്കിയതെന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഏതൊക്കെ വസ്തുക്കളാണ് GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.